ഹലോ എവരിവൺ, നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി പുതിയ മെഴ്സിഡീസ് CLA ആണ്. ഹെഡ്ലൈൻ ഫിഗർ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. 792 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച്. WLTP ഫിഗറാണ്, പക്ഷെ എന്നാലും ഒരു റിയൽ വേൾഡിൽ ഒരു 600+ കിലോമീറ്ററൊക്കെ ഇതിന് റേഞ്ച് കിട്ടും. ആൻഡ് അത് മുന്നേ ഉള്ള EV ഗെയിം നമ്മളിപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടികൾ പോർഷെ ടൈക്കാൻ അല്ലെങ്കിൽ BYD സിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ടേക്സ് ദ ഗെയിം എ ലിറ്റിൽ ബിറ്റ് ഫർദർ. ഇതൊരു ഗെയിം ചേഞ്ചറാണ്. ആൻഡ് അറ്റ് വാട്ട് പ്രൈസ് പോയിന്റ് എന്നുള്ളതും കൂടി ആലോചിക്കണം. മെഴ്സിഡീസിൻ്റെ എൻട്രി ലെവൽ ലക്ഷറി കാറിലാണ് അവരിത് കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഇതുവരെയുള്ള EQSഉം EQA ഒക്കെ ഒരു ലാസ്റ്റ് ജെൻ വണ്ടി പോലെ നമുക്ക് തോന്നും ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത്. ഇനി അങ്ങോട്ട് EV സ്പേസിൽ നോക്കുകയാണെങ്കിൽ മിക്കവാറും ഇതായിരിക്കും ഗെയിം. ബാറ്ററി കപ്പാസിറ്റി ഒന്നും ഒരു പരിധി വിട്ട് കൂട്ടില്ല, കാരണം ബാറ്ററീസ് ആർ എക്സ്പെൻസീവ്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റില്ല. പക്ഷേ പീപ്പിൾ വിൽ ബി ചേസിങ് ആഫ്റ്റർ എഫിഷ്യൻസി, കുറേയും കൂടിയും ബെറ്റർ ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കുറേ റേഞ്ച്, കുറേയും കൂടിയും ഫാസ്റ്റർ ചാർജിങ്, ഇതൊക്കെ ആയിരിക്കും ഇനി എല്ലാവരും ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഓടിക്കുന്ന എഫിഷ്യൻസി വെച്ചിട്ട് ദിസ് ഈസ് ഗിവിങ് അറൗണ്ട് 8 to 9 km/kWh, വിച്ച് ഇഫ് യു നോ യുവർ ഇലക്ട്രിക് കാർസ് വളരെ നല്ലൊരു എഫിഷ്യൻസി ഫിഗറാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ. വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാർസ്. CLA 250+ എന്നാണ് ഈ ഒരു വേരിയൻ്റ് അറിയപ്പെടുന്നത്. 250 എന്നുള്ളത് ഇതിൻ്റെ മിഡ് വേരിയൻ്റ് ആണ്. ഒരു 200 എന്ന് പറഞ്ഞിട്ടൊരു ലോവർ ട്രിമ്മും 350 എന്ന് പറഞ്ഞിട്ടൊരു ഹയർ സ്പെക്കും ഉണ്ട്. ഇന്ത്യയിലേക്ക് അവർ ചൂസ് ചെയ്തേക്കുന്നത് 250 ആണ്. പ്ലസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോങ്ങർ റേഞ്ച് ആണെന്നുള്ളതാണ്. നമുക്ക് മുന്നേ കിട്ടിയിരുന്ന ആ ഒരു CLA എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതിൻ്റെ സ്റ്റൈലിംഗ് തന്നെ കുറച്ച് റോങ് ആയിരുന്നു. ഫ്രണ്ട് ഭയങ്കര ബ്ലണ്ട് ആയിരുന്നു. ബേസിക്കലി അതൊരു A ക്ലാസിൻ്റെ സെഡാനാണ്. നമ്മൾ സ്വിഫ്റ്റും ഡിസൈറും പറയുന്ന പോലെയാണ് ശരിക്കും A ക്ലാസും CLAയും ഉണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ ഓവറോൾ സ്റ്റൈലിംഗ് ബാക്കിലേക്ക് ഭയങ്കര പോയിൻ്റി ആയിട്ട് താഴേക്ക് സ്ലോപ്പ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു റൂഫ് ലൈനും അതിൻ്റെ വിൻഡോ ലൈനൊക്കെ പോയിരുന്നത്. ആൻഡ് ബാക്കിൽ വന്നിട്ട് ഒരു പോയിന്റിൽ മേർജ് ചെയ്യുന്ന പോലെയാണ് അതിൻ്റെ ടൈൽ ലൈറ്റ്സിൻ്റെയും ആ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നത്. സ്റ്റൈലിങ്ങിനേലും എനിക്ക് അതിൻ്റെ ഒരു മാർക്കറ്റ് പൊസിഷനിങ് ആണ് ഇഷ്ടമല്ലായിരുന്നത്. കാരണം ആ ഒരു വണ്ടി കൊണ്ട് മെഴ്സിഡീസ് US ടാർഗറ്റ് ചെയ്തിരുന്ന ആ ഒരു സിവിക് അല്ലെങ്കിൽ ഒരു ജെറ്റ മേടിക്കുന്ന ആ ഒരു ബയ്യറിനെയാണ്. എൻട്രി ലെവൽ ഒരു ആളെ ഒരു ലക്ഷറി ബ്രാൻഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ ഒരു വണ്ടിയാണ്. സോ ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ പ്രോബ്ലംസ്. വളരെ ചീപ്പായിട്ടാണ് പല കാര്യങ്ങളിലും ഉണ്ടാക്കിയിരുന്നത്. ഇറ്റ് ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് ഒരു പ്രോപ്പർ മെഴ്സിഡീസ് പോലെ നമുക്ക് തോന്നൂലായിരുന്നു. ഇപ്പോൾ ഒരു C ക്ലാസ് ഒക്കെ ആണെങ്കിൽ അതൊരു ഫുൾ ഫ്രെയിം മെഴ്സിഡീസ് പോലെ അല്ല, പക്ഷെ എന്നാലും ആ ഒരു ഡ്രൈവ് ലേഔട്ടും ആ ഒരു ഡ്രൈവിംഗ് ക്യാരക്ടറിസ്റ്റിക്സും ആ ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് ആ ബിഹേവിയറൊക്കെ ആ വണ്ടിക്ക് ഉണ്ടായിരുന്നു. CLAയിൽ ഇറ്റ് വാസ് ജസ്റ്റ് എ ഫ്രണ്ട് വീൽ ഡ്രൈവ് കാർ. ഇപ്പോൾ ഈ ഒരു വണ്ടി വന്നപ്പോഴത്തേക്കും ദാറ്റ് ഹാസ് ഓൾ ചേഞ്ച്ഡ്. ഇത് റിയർ വീൽ ഡ്രൈവ് ആണ്. ആൻഡ് ഓൾസോ ഡൈമെൻഷനിൽ നോക്കുകയാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് ഒരു C ക്ലാസിൻ്റെ അത്രയും തന്നെ ഉണ്ട്. 120 mm C ക്ലാസിന് ആകെ ലെങ്ത് ഇതിനേലും കൂടുതലുള്ള. അതുപോലെ തന്നെ വീൽ ബേസ് ആണെങ്കിലും ഒരു 75 mm അടുത്തേ കുറവുള്ളൂ. ദിസ് മെഷേഴ്സ് അബൌട്ട് 4.7 meters. അതുപോലെ തന്നെ 1800 mm വീതി ഉണ്ട്. ആൻഡ് ഇതിന് ഈവൻ ദോ ഇതൊരു ബാറ്ററി കാറാണ്, ബാറ്ററി ഫ്ലോറിൻ്റെ അടിയിൽ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഓവറോൾ ഹൈറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ലുക്സ് വെരി ലോ, വളരെ വൈഡായിട്ട് നമുക്ക് തോന്നും. 1400 mm അടുത്ത് ഇതിന് ഹൈറ്റ് ഉള്ളൂ. സോ ഇറ്റ് ലുക്സ് റിയലി ഒരു വലിയൊരു സെഗ്മെൻറ്റ് ഓഫ് കാർ പോലെ നമുക്ക് തോന്നും, ഈവൻ ദോ ദിസ് ഇസ് ദ സ്മോളസ്റ്റ് മെഴ്സിഡീസ് സെഡാൻ ദേ മേക്ക്. ആൻഡ് ഇറ്റ് ലുക്സ് ദ പാർട്ട്. നമ്മൾ സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിലും ഇറ്റ്സ് വെരി വെൽ പ്രൊപ്പോർഷൻഡ്. ഒരു മിനി CLS പോലത്തെ ഒരു സ്റ്റൈലിംഗ് ആണ്. ഗ്ലാസിനൊക്കെ നമുക്കൊരു അലൂമിനിയം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റണ്ണിങ് ബോർഡിൻ്റെ ഒക്കെ സൈഡിൽ നമുക്കൊരു ക്രോം സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസുമിലും ചെറിയൊരു ക്രോമിൻ്റെ ഒരു ബിറ്റൊക്കെ കൊടുത്തേക്കണൊക്കെ ഒരു അപ്പ് മാർക്കറ്റ് ഫീൽ കൊടുക്കുന്നുണ്ട്. ബാക്കിൽ വരികയാണെങ്കിൽ ബൂട്ട് ലിഡ് ഒരു നല്ല സ്ലോപ്പിംഗ് ഒരു കർവി ഷേപ്പാണ്. ഫ്രണ്ടിലത്തെ പോലെ തന്നെ മിമിക് ചെയ്യുന്ന ആ ഒരു ഡിസൈനാണ് ബാക്കിൽ ടെയിൽ ലൈറ്റ്സിനും കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റിംഗ് എലമെൻറ്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വീൽസ് 18 inch ആണ്. ഓൾമോസ്റ്റ് ഒരു EV ആണ്. എന്നാൽ ഒരു AMG ലൈനാണെന്ന് തോന്നുന്ന പോലെ കുറച്ചും കൂടി ഒരു ബ്ലാക്ക് എലമെൻറ്റ്സ് ഒക്കെ കൂടുതലുള്ള, പ്ലാസ്റ്റിക് അല്ല വീലിൻ്റെ തന്നെ എലമെൻ്റ് ആണ്, ഒരു ഡിസൈനാണ്. അതിൽ നമുക്ക് ഒരു 5 spoke പോലെ തോന്നുന്ന പോലത്തെ ഒരു പോളിഷ്ഡ് എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. ലുക്സ് ദ പാർട്ട്. 19 inch ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക്. പക്ഷേ മെഴ്സിഡീസ് ഹാസ് ക്ലെവർലി ചോസൺ ആ ഒരു 18 inch തന്നെ കീപ്പ് ചെയ്യാൻ നോക്കിയത് നന്നായി ഈ ഒരു വണ്ടിയിൽ. അല്ലെങ്കിൽ അൾട്രാ ലോ പ്രൊഫൈൽ ടയർ വെച്ച് നമ്മൾ കഷ്ടപ്പെട്ടേനെ. ആൻഡ് ദ കാർ ലുക്സ് റിയലി സ്പെഷ്യൽ. ഇപ്പോൾ ഈ ഒരു കളറിൽ പ്രത്യേകിച്ച് ഇതൊരു മാനുഫാക്ചർ പെയിൻ്റ് ആണ്. ദിസ് ഇസ് കോൾഡ് പാറ്റഗോണിയ റെഡ്. അതുപോലെ തന്നെ ഒരു ആൽപൈൻ ഗ്രേ എന്ന് പറയുന്ന ഒരു കളറിലും ആ ഒരു ഓപ്ഷൻസ്. സാധാരണ മാനുഫാക്ചർ പെയിൻറ്റ്സ് ഒക്കെ നമുക്ക് എക്സ്പെൻസീവ് കാറുകളിൽ മാത്രമേ മെഴ്സിഡീസ് കൊടുക്കാറുള്ളൂ. ഇതിപ്പോൾ ഒരു എൻട്രി ലെവൽ കാറിൽ ആദ്യമായിട്ട് കൊടുക്കുകയാണ്. ഈ പുതിയ CLAയുടെ ഡിസൈനറുടെ പേര് മയ്യ മാർക്കോവ എന്നാണ്. റഷ്യക്കാരിയാണ്. ബട്ട് ഐ തിങ്ക് ഷി ഹാസ് ഡൺ എ ഗുഡ് ജോബ്. ആ ഒരു CLSൻ്റെ സ്റ്റൈലിംഗ് എലമെൻറ്റ്സ് ഒക്കെ ഒന്ന് ഷ്രിങ്ക് ചെയ്തിട്ട് പ്രപ്പോർഷൻസ് ഒന്നും അത്ര മോശമാക്കാണ്ട് ഒരു കുഴപ്പമില്ലാത്തൊരു ഡിസൈനിലേക്കാണ് ഈ ഒരു വണ്ടി പോയേക്കുന്നത്. എനിക്കിത് ആകെ ഇഷ്ടമാവാത്ത ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് സ്റ്റൈലിംഗ് ആണ്. ആ ഒരു ഗ്രില്ലിൻ്റെ പ്ലേസ്മെൻറ്റ് ഒരു ഇത്തിരി ഒരു ലെവൽ താഴെ പോയതിൻ്റെ ഒരു ചെറിയൊരു തെറ്റ് പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ കണ്ട് വലിയ കുഴപ്പമില്ല. ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി ഓടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു.
നിങ്ങൾക്ക് മെഴ്സിഡീസ് ലോഗോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ വാങ്ങേണ്ട വണ്ടി. ഇഷ്ടം പോലെ മെഴ്സിഡീസ് ലോഗോ ഉണ്ട്. മെഴ്സിഡീസിൽ നിന്ന് എന്നെ നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ട് നമുക്കറിയാം 142 ലോഗോസ് ഉണ്ട്. മൊത്തത്തിൽ ഇലൂമിനേറ്റഡ് ആണ്. അതിൽ ആ ഒരു ഇൻഡിവിജ്വൽ സ്റ്റാർസ് കൂടാണ്ട് സെൻറ്ററിലുള്ള ലോഗോയും ഇലൂമിനേറ്റഡ് ആണ്. അതുകൂടാണ്ട് ഹെഡ്ലൈറ്റ്സിൻ്റെ അകത്തും നമുക്കൊരു മെഴ്സിഡീസ് 3.8 സ്റ്റാറിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കോൺസെപ്റ്റ് വേർഷന് അതിൻ്റെ ചുറ്റും ഒരു റിങ്ങും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രൊഡക്ഷൻ വേർഷനിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പുതിയ CLA ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഒരു EQXX എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഹൈപ്പർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കാർ ആയിരുന്നു. 1200 കിലോമീറ്റേഴ്സ് റേഞ്ച് അതിന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വണ്ടിയുടെ പ്രൊഡക്ഷൻ വേർഷൻ എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കാണാനായിട്ട്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടെക് ഫ്രം ദാറ്റ് കാർ ഹാസ് ഫിൽറ്റഡ് ഡൗൺ ഇൻ ടു ദിസ്. ഈ CLAയുടെ ഡ്രാഗ് കോഎഫിഷ്യൻറ്റും ഭയങ്കര കുറവാണ്. 0.21 ആണ് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ്. EQXXന് 0.19 ആയിരുന്നു. ഇത് പിന്നെ ഒരു പ്രൊഡക്ഷൻ കാർ ആയതുകൊണ്ട് അത്രയും എഫിഷ്യൻസി നമുക്ക് ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ് സ്റ്റിൽ ഇംപ്രസീവ് 0.21 എന്ന് പറയുമ്പോൾ. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടിൽ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തു. അതുപോലെ തന്നെ അണ്ടർ ബോഡിയൊക്കെ ഫ്ലാറ്റ് ആണ്. അതേപോലെ സസ്പെൻഷൻ കമ്പോണൻസിനൊക്കെ എയറോഡൈനാമിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് വേ ഇറ്റ് സ്ലിപ്സ് ത്രൂ ദ എയർ. അതേപോലെ റിട്രാക്റ്റിംഗ് ഡോർ ഹാൻഡിൽസ് കൊടുത്തു, ചെറിയ മിറേഴ്സ് കൊടുത്തു. ഈ ഒരു വണ്ടിയുടെ ഷാസി കോഡ് C174 എന്നാണ്. നമുക്ക് മുന്നേ ഫസ്റ്റ് കിട്ടിയിരുന്ന CLA വാസ് ദ C117. അതിനുശേഷം C118 എന്ന് പറഞ്ഞൊരു വേർഷൻ ഉണ്ടായിരുന്നു, വിച്ച് വി ഡിഡ്ന്റ് ഗെറ്റ് ഇൻ ഇന്ത്യ. ഇതിപ്പോൾ 3rd ജനറേഷൻ ആണ്. C എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൂപ്പയാണെന്നുള്ളതാണ്. മെഴ്സിഡീസ് ഇപ്പോഴും ആ ഒരു 4 ഡോർ കൂപ്പ എന്നുള്ള ആ ഒരു പേരിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പില്ലർലെസ് ഡോഴ്സും സ്ലോപ്പിംഗ് റൂഫ് ലൈനും വരുമ്പോഴത്തേക്കും അത് കൂപ്പയാണെന്നാണ് അവർ പറയുന്നത്. ഇൻട്രസ്റ്റിംഗ്ലി 2 ഷാസി കോഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. C174 എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണ്. C178 എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈബ്രിഡ് വേർഷനാണ്, പെട്രോൾ പവേർഡ് ആയിട്ടുള്ള വേർഷനാണ്. അപ്പോൾ 2 ഷാസി കോഡ് യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിൽ 2 ടൈപ്പ് ഓഫ് പവർ ട്രെയിനാണ് യൂസ് ചെയ്യുന്നത്. 2 ഡ്രൈവ് ലേഔട്ടാണ്. ഹൈബ്രിഡ് വേർഷൻസ് എല്ലാം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ഇലക്ട്രിക് റിയർ വീൽ ഡ്രൈവ്, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഒരു ഓൾ വീൽ ഡ്രൈവും കൂടി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദേ ഹാവ് സെപ്പറേറ്റ് ഷാസി നെയിംസ്. ആൻഡ് ഷാസി തന്നെ ഡിഫറൻ്റ് ആണ്. കാരണം ബാറ്ററി പാക്കും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ദിസ് ഇസ് ബിൽറ്റ് ഓൺ എ സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം. MMA എന്ന് മെഴ്സിഡീസ് മോഡുലാർ ആർക്കിടെക്ചർ എന്ന് അവർ വിളിക്കുന്ന ആ ഒരു സ്കേറ്റ് ബോർഡ് ആർക്കിടെക്ചറാണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്നത്. 85.5 kWh ബാറ്ററി പാക്ക്. അതിൻ്റെ ബാക്കിലായിട്ട് ഇലക്ട്രിക് മോട്ടറും ട്രാൻസ്മിഷനും ട്രാൻസ്മിഷൻ കൺട്രോളറും DC to DC കൺവേർട്ടറും എല്ലാം കൂടി ഒറ്റ യൂണിറ്റായിട്ട് ഉണ്ടാക്കി ഡ്രൈവ് ആക്സിൽസിൻ്റെ കറക്റ്റ് നടുക്കായിട്ടാണ് അത് പ്ലേസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ മാക്ഫേഴ്സൺ സസ്പെൻഷനാണ്, 3 ലിങ്ക് ആണ്. അതുപോലെ തന്നെ ബാക്കിലൊരു മൾട്ടി ലിങ്ക് സെറ്റപ്പുമാണ് കൊടുത്തേക്കുന്നത്. അകത്തേക്ക് വരുമ്പോഴത്തേക്കും വളരെ ഒരു സിമ്പിൾ ലുക്കിംഗ് ഡാഷ്ബോർഡാണ്. കംപ്ലീറ്റ് ഒരു സ്ക്രീനിൻ്റെ പാനൽ പോലെ നമുക്ക് ഓഫ് ആയിരിക്കുമ്പോൾ തോന്നുള്ളൂ. പക്ഷേ ഓണാക്കി കഴിയുമ്പോൾ യു ഗെറ്റ് എ ബിഗ് 14-inch സ്ക്രീൻ ഇൻ ദ സെൻറ്റർ. ഡ്രൈവർക്ക് ഒരു 10.25 ഇഞ്ച് സ്ക്രീൻ ഉണ്ട്. ആൻഡ് ആ ഒരു സൈഡിൽ നമുക്കൊരു 3.8 സ്റ്റാറിൻ്റെ ഒരു പാറ്റേണും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇലൂമിനേറ്റഡ് ആണ്. പല രാജ്യങ്ങളിലും നമുക്ക് അവിടെ ഒരു ഓപ്ഷണൽ 3rd ഡിസ്പ്ലേ ഉണ്ട്, പാസഞ്ചർ ഡിസ്പ്ലേ ആയിട്ട് കിട്ടുന്നത്. പക്ഷേ ഇന്ത്യയിൽ മെഴ്സിഡീസ് ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല. ഈ സ്ക്രീനിൻ്റെ മുകളിലും താഴെയായിട്ട് 2 സെറ്റ് ഓഫ് AC വെൻസ് ഉണ്ട്. മുകളിലുള്ളതിനൊരു ഫ്ലോ കൺട്രോളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് തന്നെയാണ് എയർ ബ്ലോ ചെയ്യുന്നത്. അതിൻ്റെ താഴെ ഒരു അലൂമിനിയം ഫിനിഷിലുള്ളൊരു പുതിയൊരു വെൻറ്റും ഉണ്ട്. അതിൻ്റെ ക്വാളിറ്റി ഇത്തിരി ക്വസ്റ്റ്യനബിൾ ആണ്. കാരണം ഈ ഒരു ടാബൊക്കെ കുറച്ച് ഫ്ലിംസി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെയും താഴെയായിട്ട് നമുക്കൊരു സ്വിച്ച് പാനൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാം. അതുപോലെ പാർക്കിംഗ് ക്യാമറ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. നമുക്ക് സെൽഫി എടുക്കണം എന്നുണ്ടെങ്കിൽ, വീഡിയോ കോൺഫറൻസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഇതിൻ്റെ താഴെ ഇവിടെ ഒരു വയർലെസ് ചാർജർ. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. കപ്പ് ഹോൾഡറിൻ്റെ നടുക്ക് സെൻറ്റർ പാർട്ടിൽ ഒരു ഡിവൈഡർ ഉണ്ട്, വിച്ച് യു ക്യാൻ മേ ബി ടേക്ക് ഇറ്റ് ഔട്ട്, ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലോട്ടിംഗ് കൺസോളിൻ്റെ അടിയിലും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, വിച്ച് ഈസ് റിയലി ഹാൻഡി. ഡാഷ്ബോർഡിൻ്റെ ഓവറോൾ ഡിസൈൻ വളരെ ഫ്ലാറ്റ് ആണ്. ഇതിൽ നമുക്ക് എല്ലാ സ്ക്രീൻസും കൂടെ ഒറ്റ പാനൽ പോലെയാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അഡ്ജസ്റ്റ് വളച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ ബ്ലോക്കിയാണ്, വളരെ ബോക്സ് ആയിട്ട് തോന്നുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. 2 സൈഡിലുമായിട്ട് സർക്കുലർ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. മെഴ്സിഡീസിൻ്റെ ആ ഒരു ടർബൈൻ സ്റ്റൈലിലുള്ള വെൻസ് ആണ്. അതിനൊരു തിക്കായിട്ടുള്ള ഒരു അലൂമിനിയം ബെസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ദേ ലുക്ക് എ ലിറ്റിൽ ഓവർ സൈസ്ഡ്. സീറ്റ്സ് നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷൻ ഉണ്ട്. സീറ്റിൻ്റെ അഡ്ജസ്റ്റബിലിറ്റി ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിലൊരു മസാജ് ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സീറ്റിൻ്റെ ഉള്ളിലത്തെ മോട്ടേഴ്സൊക്കെ തന്നെ മൂവ് ചെയ്തിട്ട് ചെയ്യാവുന്ന, മെഴ്സിഡീസ് എല്ലാ CLA GLAയിലൊക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം തന്നെയാണ്. പ്രോപ്പർ മസാജ് സീറ്റ്സ് അല്ല, പക്ഷേ ഒരു സിമുലേറ്റഡ് ഒരു ഫീല് നമുക്ക് അതിൽ കിട്ടും. സീറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഇവിടെ ഇലക്ട്രിക് ബട്ടൺസ് ആക്കി മാറ്റിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ ടച്ച് ബട്ടൺസ് അല്ല, ഇത് ഫിസിക്കലി മൂവ്. അപ്പോൾ കാരണം കുറച്ചും കൂടി ഒരു ഫീഡ്ബാക്ക് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. സീറ്റ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ, അതിൻ്റെ ഇടയിൽ ഒരു റെഡ് കോൺട്രാസ്റ്റ് ബിറ്റൊക്കെ കൊടുത്തേക്കണൊക്കെ നന്നായിട്ടുണ്ട്. ഒരു അൽക്കൻഡാറയിൽ ലെതറിറ്റും പോലത്തെ ഒരു ഫിനിഷാണ് സീറ്റ്സിന്. അത് തന്നെ നമുക്ക് ഡോർ പാഡ്സിലൊക്കെ റിപ്പീറ്റ് ചെയ്തേക്കണം നമുക്ക് കാണാൻ പറ്റും. ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ ഒരു ഫിനിഷൊക്കെ ഈ ഒരു ഡോറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെൻറ്റർ കൺസോളിലും നമുക്ക് ആ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് നമുക്ക് കാണാം.
ഇറ്റ് ലുക്സ് പ്രീമിയം. അതുപോലെ തന്നെ ഈ ഒരു AMG ലൈൻ സ്റ്റിയറിംഗ് വീലും കൊള്ളാം. ഒരു ട്വിൻ സ്പോക്ക് ആ ഒരു ഡിസൈനാണ്. ടച്ച് സെൻസിറ്റീവ് ബട്ടൺസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് മുഴുവൻ. അതെനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം നമ്മൾ അറിയാണ്ടൊക്കെ ഫാസ്റ്റായിട്ട് ഓടിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ വോളിയൊക്കെ കൂടും, ചിലപ്പോൾ ചില കൺട്രോൾസൊക്കെ പ്രസ്സായി അതൊരു കമാൻഡായിട്ട് രജിസ്റ്റർ ആവും. അതുപോലെ തന്നെ വേറൊരു കോസ്റ്റ് കട്ടിങ് ബിറ്റാണ്. നമുക്കിതിൽ ഡ്രൈവർ സൈഡിൽ 2 പവർ വിൻഡോ ബട്ടൺസേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിലത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്വിച്ചാണ് കൊടുത്തേക്കുന്നത്. ആ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ബട്ടൺസ് ബാക്കിലേക്ക് വേണ്ടി യൂസ് ചെയ്യാം. ബേസിക്കലി 3 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സ്വിച്ച് കൂടിയും കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു സാധനം തന്നെ ഒഴിവാക്കാമായിരുന്നു. ബട്ട് ദേ ഹാവ് ഡൺ ദാറ്റ്. സ്പേസ് ലിമിറ്റേഷൻ ആണെന്നൊക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും, പക്ഷേ ആക്ച്വലി അതൊരു കോസ്റ്റ് കട്ടിങ് മെഷറാണ് ഇപ്പോൾ പല കമ്പനികൾ ചെയ്യുന്നുണ്ട്. ഫോക്സ്വാഗനാണ് സ്റ്റാർട്ട് ചെയ്തത്. മിറേഴ്സ് കുറച്ച് ചെറുതാണ്. എയറോഡൈനാമിക് എഫിഷ്യൻസി ചേസ് ചെയ്യുമ്പോൾ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിൻ്റെ വിഷൻ വലിയ കുഴപ്പമില്ല, നല്ല വൈഡ് ആംഗിളൊക്കെയാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ടേണൊക്കെ എടുക്കുന്ന സമയത്ത് മിററിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒബ്ജക്ട്സ് ഭയങ്കര ചെറുതായിരിക്കും, അത്രയും കോൺവെക്സിറ്റി ഉള്ളതുകൊണ്ട്. വല്ല മാഗ്നിഫൈങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടും കൂടി നോക്കേണ്ടി വരും വല്ല ബൈക്കൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. ദാറ്റ്സ് എ ബാഡ് തിങ്. ആൻഡ് യു ഹാവ് എ ഗ്ലാസ് റൂഫ്. തുറക്കാനൊന്നും പറ്റില്ല, അടയ്ക്കാനും പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ ഉള്ളിൽ വേറെ ബ്ലൈൻഡൊന്നുമില്ല. ഇവർ ഇനി യൂസ് ചെയ്തേക്കുന്ന കോട്ടിങ് ഒരുവിധം ഹീറ്റ് അബ്സോർബിങ് ഒക്കെയാണ്. പക്ഷെ എന്നാലും വെയിലടിക്കുന്നുണ്ട്, നട്ടുച്ച നേരമാണ്. അപ്പോൾ അതുകൊണ്ട് ഐ ഹാവ് സൺ ഷൈനിങ് അബവ് മൈ ഹെഡ്. ബേസിക്കലി നട്ടുച്ച നേരത്തെ ഒരു കൺവേർട്ടിബിൾ കാർ ഓടിക്കുന്ന പോലെ തന്നെയാണ്. തലയിൽ വെയിലൊക്കെ അടിക്കുന്നുണ്ട്, ആകെ കാറ്റ് മാത്രമേ കിട്ടാത്തുള്ളൂ. അത്ര ഹീറ്റ് വരുന്നില്ല, ഹീറ്റ് ഒരുവിധം അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇത് ചൂടുണ്ട്, പക്ഷേ എന്നാലും ഇതിൻ്റെ തൊട്ട് താഴെ സാധാരണ ഒരു ഗ്ലാസ്സൊക്കെ ഉള്ള റൂഫിൽ നമുക്ക് നല്ല ചൂട് തോന്നും. ഈ ഒരു വണ്ടിയിൽ ആ ഒരു പ്രശ്നമില്ല. നമുക്ക് TYD സെയിലിൽ ഇതുപോലെ തന്നെയാണ്. ഇവർ ഈ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് ബാക്കിയെല്ലാം ചെയ്യുമ്പോൾ ഇതും കൂടി ഒന്ന് മര്യാദയ്ക്ക് അടയ്ക്കുന്ന രീതിയിലാണെങ്കിൽ AC ക്ക് അത്രയും കുറച്ച് വർക്ക് ചെയ്താൽ മതി. മേ ബി ഒരു 2-3 കിലോമീറ്റർ കൂടുതൽ അതിൻ്റെ പേരിൽ കിട്ടിയേനെ. ദേ ഹാവ് ഇൻ ഡൺ ദാറ്റ്. ബാക്ക് സീറ്റ്സ് ആണ് CLAയുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ്. നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ സീറ്റിംഗ് ആസ് ഇറ്റ് ഈസ് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ലെഗ് റൂമൊക്കെ കാണുമ്പോൾ തോന്നും. പക്ഷേ സീറ്റ് കുറച്ച് ലോ ആണ്. നമ്മളവിടെ ഇരിക്കുമ്പോൾ കുറച്ചൊരു ക്രൗച്ച്ഡ് ആയിട്ടൊരു പൊസിഷനാണ്. എസ്പെഷ്യലി ഒരു ടോൾ ഡ്രൈവറൊക്കെ ആണെങ്കിൽ നമ്മൾ കാര്യമായിട്ട് സീറ്റ് ബാക്കിലേക്ക് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ യു ഹാവ് ടു ബി ഇൻ എ നീസ് അപ്പ് പൊസിഷൻ. അപ്പോൾ അന്നേരം ലോങ് ഡിസ്റ്റൻസ് ഒന്നും വലിയ കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല. ആൻഡ് ഇറ്റ്സ് എ സ്ട്രിക്റ്റ് 4-സീറ്റർ. നമുക്ക് ബാക്കിൽ ഒരു 3 പേർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. സെൻറ്റർ പാർട്ട് കുറച്ച് പൊക്കത്തിലാണ്. ഓൾസോ ഭയങ്കര സ്റ്റിഫായിട്ടുള്ള കുഷനാണ് സെൻറ്ററിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മിഡിൽ പാസഞ്ചർ അവിടെ കുറച്ച് കാര്യമായിട്ട് സഫർ ചെയ്യും. AC വെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ വേറെ കാര്യമായിട്ടുള്ള അമ്യൂണിറ്റീസ് ഒന്നുമില്ല. ഈ ഒരു പാനോറാമിക് ഗ്ലാസ് കൊടുത്തേക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ഒരു എയറി ഫീലിംഗ് ഉണ്ടെന്നല്ലാണ്ട് ബാക്ക് സീറ്റ് കുറച്ച് ക്രാംഡ് ആണ്, കുറച്ച് ക്ലോസ്ട്രോഫോബിക് ആണ്. എസ്പെഷ്യലി ഈ ഒരു സീറ്റ് ബാക്ക് ഒക്കെ ഭയങ്കര വലിപ്പമുള്ളതുകൊണ്ട് വിൻഡോസ് ഒക്കെ കുറച്ച് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് യു ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് ടു മച്ച് ടൈം സിറ്റിംഗ് ദെയർ. ബൂട്ട് 405 ലിറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ഫ്രണ്ട് സ്പേസും കൊടുത്തിട്ടുണ്ട്. 101 ലിറ്റേഴ്സോളം ഉണ്ട്. സീരീസ് സാധാരണ ഒരു വണ്ടിക്കും ഫ്രണ്ട് സ്പേസ് കൊടുത്തിട്ടില്ല. ഐ തിങ്ക് വണ്ടി 130 കൊടുത്തതാണ്. അതിന് ശേഷം പിന്നെ ഇന്നേ ഒരു ഫ്രണ്ട് സ്പേസ് ഉണ്ടായിട്ടില്ല. നൗ ഇറ്റ് ഹാസ് കം ബാക്ക്. ഒരു ഇൻട്രസ്റ്റിംഗ് ബിറ്റ് ഉള്ളത് ഇതിൻ്റെ ഈ ഒരു ഡിസ്പ്ലേയുടെ അകത്ത് നമുക്ക് ബാക്കിയുള്ള വണ്ടികളും റോഡിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ബിൽഡിങ്സ് ഒക്കെ പല സമയത്തും അങ്ങനെ കാണിക്കുന്നുണ്ട്. അതുപോലെ സൈക്ലോട്ടിൽ പോണവർ, ബൈക്ക് ഓടിക്കുന്നവരൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ആനിമൽസിനെയും പല സമയത്തും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. 8 ക്യാമറകൾ ഉണ്ട് ടോട്ടലി. മിററിൻ്റെ അടിയിലൊക്കെ ഈ 2 ക്യാമറ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും ടെലിഫോട്ടോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് നമ്മുടെ സ്പീഡ് അനുസരിച്ചിട്ട് ഫർദർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് അവർ ടെലിഫോട്ടോ ലെൻസിലേക്ക് പതുക്കെ ആ ഒരു ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യും. ആൻഡ് ദാറ്റ് വേ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതിന് പ്രോസസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വൈഡ് ആംഗിളിൽ നിന്നാണെങ്കിൽ കുറേ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ മാറ്റിയിട്ട് വേണം എന്താണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാനായിട്ട്. നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും ആ ഒരു സ്പീഡിനനുസരിച്ച് അത് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വൈ ടെലിഫോട്ടോ ലെൻസ് ഈസ് യൂസ്ഡ്. ഇതൊക്കെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് NVIDIAയുടെ ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ചിപ്പ് സെറ്റാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഓൾസോ ദാറ്റ് ഈസ് വാട്ട് പവേഴ്സ് ദിസ് 14-inch സ്ക്രീൻ. ആൻഡ് ഇതിൽ പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കൊണ്ടുവന്നുണ്ട്. MBOS എന്നാണ് അവർ വിളിക്കുന്നത്. അതിൻ്റെ മുകളിൽ ലേറ്റസ്റ്റ് MBUX സോഫ്റ്റ്വെയറും എംബെഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ്, വളരെ ഫാസ്റ്റാണ്. മെന്യൂസൊക്കെ കുറേ കൂടിയും രസമുണ്ട്. ഇതിൽ തന്നെ അവർ ChatGPTയും Gemini AI ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും വഴിക്ക് പോകുമ്പോൾ നമുക്ക് മാപ്പ് ഇട്ടിട്ട് പോകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിനോട് പറയാം എനിക്ക് വഴിയിൽ നിന്ന് ഇന്ന സാധനം മേടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് അതിനനുസരിച്ചൊക്കെ റീറൂട്ട് ചെയ്യും. ഫോണിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ കാറിന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. ഓട്ടോ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ട്, ഓവർ ദെയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് വണ്ടിക്ക് ഇപ്പം ഇല്ലാത്ത ഫീച്ചേഴ്സൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാൽ കൊണ്ടുവരാനൊക്കെ പറ്റും. എൻ്റെ ഒരു സംശയമാണ്, കാർ മാനുഫാക്ചറേഴ്സിന് വേണമെങ്കിൽ ഈ ഫോൺ കമ്പനികളൊക്കെ ചെയ്യുന്ന പോലെ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ വേണമെങ്കിൽ പഴയ വണ്ടീനെ വേണമെങ്കിൽ ഇത്തിരി സ്ലോ ആക്കാം, അല്ലെങ്കിൽ ഓടിക്കാൻ രസമില്ലാണ്ടാക്കാം, അല്ലെങ്കിൽ റേഞ്ച് വേണമെങ്കിൽ ഡെലിബറേറ്റ്ലി കുറയ്ക്കാം. അവരത് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു പെർമനൻ്റ്ലി എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടറാണ്. 270 bhp പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 350 Nm ടോർക്കോളം ഉണ്ട്. ബാറ്ററി യൂസ് ചെയ്തേക്കുന്നത് LiNMC ആണ്. 85.5 kWh ആണ് ബാറ്ററിയുടെ ടോട്ടൽ കപ്പാസിറ്റി. അതിലൊരു 84 kWh നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വെയിറ്റ് 2055 kilos ആണ്. ആൻഡ് അതത്ര കൂടുതലല്ല ഒരു ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ. 85 kWh ബാറ്ററി പാക്ക് ഉള്ള ഒരു വണ്ടി വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങും വളരെ എഫിഷ്യൻ്റ് ആണ്. 320 kW വരെ ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. നമുക്കൊരു സ്യൂട്ടബിളി ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
ഒരു 400 കിലോമീറ്റേഴ്സ് ഒക്കെ നമുക്കൊരു 20 മിനിറ്റ്സിൽ ചാർജ് ചെയ്യാം എന്നാണ് മെഴ്സിഡീസ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു 160 കിലോമീറ്ററോളം നമുക്കൊരു 5 മിനിറ്റ്സ് കൊണ്ട് ചാർജ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്, വിച്ച് ഈസ് റിയലി ഫാസ്റ്റ്. എഫിഷ്യൻസിയാണ് സാർ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്ന പോലെ. CLAയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ റേഞ്ചാണ്. 792 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച്. ഈ ഒരു CLAയുടെ ആ ഒരു എഫിഷ്യൻസി മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ ബാറ്ററിയിൽ നിന്നോ മോട്ടറിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ എയറോഡൈനാമിക്സിൽ നിന്നൊന്നുമല്ല, പകരം ഇതിൻ്റെ 2 സ്പീഡ് ഗിയർ ബോക്സിൽ നിന്നാണ്. വർഷങ്ങളോളം കാർ മാനുഫാക്ചറേഴ്സ് വിചാരിച്ചു നമ്മളിപ്പോൾ ഇലക്ട്രിക് കാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. കാരണം പെട്രോൾ കാറിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഒരു ഗിയർ ബോക്സ് കൊടുത്തേക്കണം. പെട്രോൾ എഞ്ചിൻ്റെ ആ ഒരു ലോ RPM ടോർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഗിയേഴ്സ് വേണ്ടി വന്നത്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ RPM താഴ്ന്നു പോകുമ്പോൾ എഞ്ചിൻ ഓഫായി പോകും. അപ്പോൾ അതുകൊണ്ട് ഡിസ്കണക്ട് ചെയ്യാൻ ഒരു ക്ലച്ച് പോലത്തെ ഒരു മെക്കാനിസം വേണം. പക്ഷേ ഇലക്ട്രിക് മോട്ടോർ വന്നപ്പോഴത്തേക്ക് ആ പ്രശ്നങ്ങളെല്ലാം മാറി. ഇലക്ട്രിക് മോട്ടോർ ജസ്റ്റ് സ്പിൻ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഫുൾ ടോർക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഡ്രൈവ് ഡിസ്കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എപ്പോഴേലും മോട്ടോർ ഷട്ട് ഡൗൺ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ പതുക്കെ ഗിയർ ബോക്സ് അപ്രത്യക്ഷമായി. പക്ഷേ ഇപ്പോൾ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട്, പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു 2 ഗിയേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. കാരണം ഇലക്ട്രിക് മോട്ടറിനെ തന്നെ നമുക്ക് ഒന്നും കൂടിയും ടോർക്കിയാക്കി ബിഹേവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹയർ സ്പീഡിലേക്ക് വണ്ടീനെ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിലും യൂണിയുടെ ഗിയർ ബോക്സ്. ഇത് എന്നും കൃത്യമായി മനസ്സിലാക്കിയിരുന്ന ഒരു മാനുഫാക്ചർ പോർഷയാണ്. അവരവരുടെ ടേക്കാനിൽ എന്നും ഒരു 2 സ്പീഡ് ഗിയർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോർഷ സെക്കൻഡ് ഗിയർ കൊടുത്തത് ടോപ്പ് സ്പീഡിനും പെർഫോമൻസിനും വേണ്ടിയിട്ടാണെങ്കിൽ മെഴ്സിഡീസ് ഇതേപോലെ ഒരു സെക്കൻഡ് ഗിയർ കൊടുത്തേക്കുന്നത് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഹൈവേയിൽ ക്രൂസ് ചെയ്ത് പോണ സമയത്ത് മോട്ടറിന് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഈ ഒരു വണ്ടീനെ പുഷ് ചെയ്യാൻ പറ്റും. സോ ഒരു 110 km/h സ്പീഡിന് മുകളിൽ ഇറ്റ് വിൽ സ്വിച്ച് ടു എ സെക്കൻഡ് ഗിയർ. ഫസ്റ്റ് ഗിയർ 11:1 റേഷ്യോ ആണ്, സെക്കൻഡ് ഗിയർ ഒരു 5:1 റേഷ്യോ ആണ്. പക്ഷേ നമുക്ക് മോട്ടറിൻ്റെ മാക്സ് RPM എത്രയാണെന്നുള്ളത് മെഴ്സിഡീസിന് പറഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഈ 11:1 5:1 എന്നുള്ള റേഷ്യോ ഒന്ന് വാട്ട് ടു മേക്ക് ഓഫ് ഇറ്റ് എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ബട്ട് നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാം. 11:1 നിന്ന് 5:1 പോകുമ്പോൾ കുറച്ചും കൂടിയും റിഡക്ഷൻ കുറവാണ്. മോട്ടോർ കുറേ കൂടിയും ഒരു ഹാഫ് സ്പീഡിലാണ് പിന്നീട് ഓടുന്നതെന്നുള്ള വെച്ചിട്ട് ഇതിന് ഇൻക്രെഡിബിൾ എഫിഷ്യൻസി ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ഹൈവേയിൽ ഓടിക്കുന്ന സമയത്ത് ദിസ് വാസ് ഗിവിങ് അറൗണ്ട് 8 to 9 km/kWh. ദാറ്റ് ഈസ് എ റിയലി ഗുഡ് എഫിഷ്യൻസി. നമ്മൾ വലിയ എഫേർട്ടൊന്നും ഇടാണ്ട് ഇറ്റ് ക്യാൻ ഡൂ ദാറ്റ്. പല ഇലക്ട്രിക് കാറിൻ്റെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേയിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത്ര എഫിഷ്യൻസി ഉണ്ടാവില്ല. കാരണം മോട്ടോർ വിൽ ബി സ്ട്രഗ്ലിങ്. ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വണ്ടി കിടന്ന് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് കാറുകളൊക്കെ ഹൈവേയിൽ കാണുമ്പോൾ ഒരു 80-90 ഒക്കെ കീപ്പ് ചെയ്ത് സൈഡിലോട്ട് മാറി അവർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വണ്ടിയിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു 110 തൊട്ടൊരു 200+ ടോപ്പ് സ്പീഡ് വരെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ തന്നെ പോകാൻ പറ്റും. ആൻഡ് ആ സമയത്ത് തെറ്റില്ലാത്ത എഫിഷ്യൻസി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. ആക്സലറേഷൻ അത്ര നെക്സ്റ്റ് സ്നാപ്പിംഗ് ഒന്നുമല്ല. 0 to 100 മെഴ്സിഡീസ് ക്ലെയിം ചെയ്യുന്ന 6.7 seconds ആണ്. ബട്ട് ഇറ്റ് ഫീൽസ് റിയലി ഫാസ്റ്റ്. നമ്മൾ റോഡിലൊക്കെ ആണെങ്കിലും വേറെ വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള മിനിമം ടൈം കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും പെർഫോമൻസ് ഒക്കെ മതി ഈ ഒരു സെഗ്മെൻറ്റ് ഓഫ് കാറിന്. ഒരു അണ്ടർ 7 seconds ഒക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ്. നമുക്ക് ഇതിൻ്റെ 0 to 100 ഒന്ന് നോക്കാം. സൈലൻറ്റ് സ്റ്റാർട്ടാണ്. 30, 40, 50, 60, 70, 80, 90, 100. നമുക്ക് ബ്രേക്സും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. വി ആർ ഡൂയിങ് 100. റിയലി ഗുഡ്. സോ നമ്മൾ വീണ്ടും നമ്മുടെ ഫേമസ് നന്ദി ഹിൽ ക്ലൈംബിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഓൾസോ വി വർ ഇൻ ഇലക്ട്രിക് കാർ. മഹീന്ദ്രയുടെ 9S ആയിരുന്നു ഇവിടെ ഓടിച്ചത്. ദിസ് കാർ ഇസ് എ ബിറ്റ് മോർ ഡൈനാമിക്. കുറച്ചും കൂടി ഒരു സെഡാൻ ആയതുകൊണ്ട് ഇറ്റ്സ് മച്ച് മോർ ലോ സ്ലങ്. സോ ഹോപ്പ്ഫുള്ളി ഇത് അത്യാവശ്യം ഫണ്ണായിരിക്കും എന്നുള്ളതാണ്. ഓൾറെഡി ഐ ക്യാൻ ടെൽ ഇറ്റ്സ് മച്ച് മോർ ഫൺ. മെഴ്സിഡീസിൻ്റെ മുന്നത്തെ TV എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ദിസ് ഈസ് അബൌട്ട് ടു ചേഞ്ച് ദാറ്റ്. ആൻഡ് ഇത് 2 ton അടുത്തപ്പോൾ ആരുണ്ടെങ്കിലും ഇറ്റ് ഡസൻ ഫീൽ ദാറ്റ് ഹെവി. ആ ഒരു വെയിറ്റ് എല്ലാം വെൽ കണ്ടെയ്ൻഡ് ആണ്. ആ ഒരു ഷാസിയിൽ സെൻറ്ററിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ദ ബാലൻസ് ഇസ് റിയലി ഗുഡ്. ദിസ് ഫീൽസ് റിയർ വീൽ ഡ്രിവൺ. ആക്ച്വലി ആ ഒരു ബാക്കിൽ നിന്നുള്ള പുഷ് നമുക്ക് നല്ലോണം തോന്നുന്നുണ്ട്. ഈവൻ ദോ യു കാൺ ഡ്രിഫ്റ്റ് ദിസ് കാർ. ESP നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാലും ഇറ്റ് വിൽ സ്റ്റിൽ ഗ്രാബ്. ഫുള്ളായിട്ട് ഓഫ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇതിലില്ല. പലപ്പോഴും നമ്മൾ പല കാറുകളിലും നമ്മൾ പറയാറുണ്ട് സ്ട്രെയിറ്റ് ലൈനിൽ കുഴപ്പമില്ല, പക്ഷേ കോർണേഴ്സ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഹെവി ആണെന്നുള്ളത്. പക്ഷേ ഈ ഒരു കാറിൽ ദ ഡൈനാമിക്സ് ആർ റിയലി ഗുഡ്. ഔട്ട്റൈറ്റ് എൻ്റർടൈനിങ് കാറൊന്നുമല്ല, പക്ഷേ ദിസ് ഇസ് സ്റ്റിൽ റിയലി ഗുഡ്. ആൻഡ് ദ ബ്രേക്സ് ആർ ഫിനോമിനൽ. കാരണം മോസ്റ്റ് ഓഫ് ദ ബ്രേക്കിംഗ് നമുക്ക് മോട്ടറിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇറ്റ് ക്യാൻ പ്രൊവൈഡ് അപ് ടു ഒരു 200+ bhp ഇക്വലന്റ് ബ്രേക്കിംഗ് നമുക്ക് തരുന്നുണ്ട്. ആൻഡ് ആ ഒരു ഡിമാൻഡ് കൂടുമ്പോൾ ബ്രേക്കിംഗ് കൂടുതൽ വേണം എന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ മാത്രമാണ് നമ്മൾ ഫിസിക്കൽ ബ്രേക്സിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു സ്വിച്ച് ഓവർ പോയിന്റ് ഒക്കെ വളരെ നല്ല രീതിയിൽ കാലിബ്രേറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് യു ഡോണ്ട് നോ വെൻ ഇറ്റ്സ് ഹാപ്പനിങ്. സ്റ്റിയറിംഗ് അത്ര അടിപൊളിയല്ല. ഇറ്റ്സ് വെരി ആക്യുറേറ്റ്. ഒരു കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഒരു 50-60% ഒക്കെ ഉണ്ടാവുള്ളൂ.
ബട്ട് ആ ഒരു വണ്ടിയുടെ ഓവറോൾ കേപ്പബിലിറ്റിയിൽ അതുപോലെ ഒരു മെഴ്സിഡീസിൻ്റെ ആ ഒരു ക്യാരക്ടറൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് റിയലി ഗുഡ്. Damn, this car is fast. ഒരു എൻജിൻ്റെ സൗണ്ട് ഇല്ല എന്നുള്ളൊരൊറ്റ കാര്യം ഇതിന് ഡ്രോബാക്ക് പറയാനുള്ളൂ. ആൻഡ് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഴ്സിഡീസ് ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ആർട്ടിഫിഷ്യൽ സൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. വി ക്യാൻ മേ ബി യൂസ് വൺ ഓഫ് ദോസ് ഒരു ഫീലിന് വേണ്ടിയിട്ട്. പക്ഷേ ദേ ആർ ടു സിന്തറ്റിക്. എനിക്കത് അങ്ങോട്ട് ഒരു ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സൗണ്ട് ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. നമുക്ക് ഫേക്ക് സൗണ്ട് വെച്ച് സന്തോഷിക്കേണ്ട കാര്യമില്ല. ആൻഡ് ഫോർ എ മെഴ്സിഡീസ് ഇതാണ് അവരുടെ സ്റ്റാർട്ടിങ് കാർ CLA എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് അടുത്ത ജനറേഷൻ വണ്ടികളൊക്കെ എത്രത്തോളം നന്നാവും എന്നുള്ളത് മാത്രമേ നമുക്ക് ആലോചിക്കാനുള്ളൂ. ഇറ്റ്സ് റിയലി ഇംപ്രസീവ്. അപ്പോൾ അതൊക്കെയാണ് പുതിയ CLAയുടെ പ്രത്യേകതകൾ. ഈ ഒരു വണ്ടിയുടെ പ്രൈസിങ് ആസ് ഓഫ് നൗ എനിക്കറിയില്ല, പക്ഷേ ഒരു 55-60 ഇടയിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് മെഴ്സിഡീസിന് ഇപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ CBO ആണ്. എന്നാലും ദേ ക്യാൻ കീപ്പ് ഇറ്റ് അണ്ടർ ദാറ്റ് ഒരു 60 lakhs താഴെ കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ദേ ഹാവ് എ വോളിയം സെല്ലർ ഇൻ ദെയർ ഹാൻഡ്സ്. എന്തായാലും നിങ്ങൾക്ക് ഈ വണ്ടിയുടെ സ്റ്റൈലിംഗ് ഇഷ്ടമായോ എന്നുള്ളതും വുഡ് യു കൺസിഡർ ദിസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.